الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبعا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وقيلا واصبر على ما يقولون واهجرهم حجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا إن لدينا أنكالا وجحيما. പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അല്ലയോ മൂടിപ്പുതച്ചുറങ്ങുന്നവനെ, രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക. അല്പസമയം ഒഴിച്ച് പകുതി രാത്രി അല്ലെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തു കൊള്ളുക. ഖുർആൻ നിർത്തി നിർത്തി സാവകാശം ഓതുക. നാം നിനക്ക് ഭാരിച്ച വചനം അവതരിപ്പിക്കാൻ പോകുന്നു. രാത്രി എഴുന്നേൽക്കുന്നത് ആത്മനിയന്ത്രണം ആർജിക്കാൻ ഏറെ സഹായകവും നന്നായി ഖുർആൻ ഓതാൻ ഏറ്റവും ഉചിതവുമാകുന്നു. പകൽ സമയത്ത് നിനക്ക് വലിയ ജോലി തിരക്കുണ്ട്. നീ നാഥൻ്റെ നാമം സ്മരിച്ചു കൊണ്ടിരിക്കുക. മറ്റെല്ലാറ്റിൽ നിന്നും അകന്ന് അവനിലേക്ക് മാത്രം ഉന്മുഖനാവുക. അവൻ ഉദയാസ്തമയ സീമകൾക്കുടമയാകുന്നു. അവനല്ലാത്ത ദൈവമില്ല. അതിനാൽ നീ അവനെ തന്നെ കൈകാര്യാക്കുക. ജനത്തിൻ്റെ ജൽപ്പനങ്ങൾ ക്ഷമിക്കുക. അവരിൽ നിന്ന് മാന്യമായി അകന്നു നിൽക്കുക. സമ്പന്നരായ ഈ ധിക്കാരികളെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വിട്ടു തന്നേക്കണം. കുറച്ചുകാലം കൂടി അവരെ ഈ മട്ടിൽ കഴിയാൻ അനുവദിക്കണം. അവർക്കായി നമ്മുടെ പകൽ കനത്ത ചങ്ങലകളും ആളിക്കത്തുന്ന അന്തിയും ചങ്കിൽ തങ്ങുന്ന ആഹാരവും നോവേറിയ ശിക്ഷയുമുണ്ട്. അത് ഭൂമിയും പർവ്വതങ്ങളും കിടുകിട വിറയ്ക്കുകയും പർവ്വതങ്ങൾ മണൽ കൂന കളന്നോണം ചിതറിപ്പോവുകയും ചെയ്യുന്ന ആ ദിനത്തിലാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മറ്റു പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പ്രതിമാസ പൊതുപരിപാടിയിൽ ഇന്ന് 1433 ഹിജ്റ വർഷം തുടക്കം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ
ഒരു വർഷക്കാലം പിന്നിട്ട് അടുത്ത ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം നശ്വരമായ ഈ ജീവിത യാത്രക്കിടയിൽ അനശ്വരമായ ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് വേണ്ടി അവിടെ വിജയം കൈവരിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ച് എന്ന് അല്ല, നമുക്ക് എന്ത് നേടിയെടുത്ത് എന്ന് ഈ പുതുവർഷത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ആ ജീവിതത്തിലാണ് യഥാർത്ഥമായ വിജയം കൈവരിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ഈ പുതുവർഷത്തിൽ അതിനു വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്ന് എൻ്റെ സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡൻ്റായ ജനാബ് അബ്ദുൽ ഗഫൂർ കൈപ്പമംഗലം അവറുകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് പുതുവത്സര ചിന്തകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാന പണ്ഡിതൻ ജനാബ് അഹമ്മദ് സജ്മീർ നദ്വി ഇന്നിവിടെ സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നത് നമ്മുടെ ഉസ്താദുമായ അബ്ദുറഹീം ഫാറൂഖി, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പ് OICC സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ ഫൈനലിൽ വിജയികളാവുകയും ആ ഫുട്ബോൾ ജേതാക്കൾക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുന്നത് ജനാബ് സക്കീർ പത്ര, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മജ്ലിസുൽ ഇൽമിൽ എത്തിച്ചേർന്ന എൻ്റെ സഹോദരന്മാരെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിക്ക് നന്ദി അർപ്പിക്കുന്നത് സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ ട്രഷറർ ജനാബ് കോയബീരൻ സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഖിറാഅത്ത് നടത്തിയ ഫസൽ തക്കീറിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വേദി അലങ്കരിക്കുവാൻ ബഹുമാന്യ പ്രസിഡന്റ് ജനാബ് അബ്ദുൽ ഗഫൂർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ മാസം തോറും നടത്തിവരുന്ന ആദ്യവാരത്തിൽ നടത്തുന്ന പൊതുപരിപാടി ഇന്നും നടക്കാൻ പോവുകയാണ്. അതിന് സംസാരിക്കാൻ, നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മുടെ പണ്ഡിതൻ സജ്മീർ നദ്വി അവർകളാണ്. ഇൻഷാ അല്ലാഹ് അവർ ക്ലാസ് എടുക്കുന്നതാണ്. പുതുവത്സര ചിന്തകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് സജ്മീർ നദ്വിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على محمد وعلى آل محمد وبارك وسلم تسليما كثيرا أما بعد أعوذ بالله من الشيطان الرجيم وما خلقت الجن والإنس إلا ليعبدون قال النبي صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ. ഗുരുനാഥന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒന്ന് മാത്രം ഈ ശൈത്യ സമയത്ത് വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഈ സദസ്സിൽ ഒരല്പനേരം നമുക്ക് ഇരിക്കാൻ സാധിച്ചു. റബ്ബ് തമ്പുരാൻ നമ്മുടെ ഈ സമയം നാളെ പരലോകത്ത് ഒരു സാലിഹായ കർമ്മമായി കണ്ടെത്തുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയാനും പറയുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്താനും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ പ്രതിമാസം നടത്തി വരാറുള്ള ഈ പരിപാടി ഒരല്പം നേരത്തെ തുടങ്ങാറുണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചുകൂടി നേരത്തെ വരും, നേരത്തെ തുടങ്ങി നേരത്തെ തീർക്കാം എന്നൊരു സംസാരം ഇടയിൽ നടന്നിരുന്നു. അൽഹംദുലില്ലാ, നല്ലൊരു പര്യവസാനം നമുക്കുണ്ടാകട്ടെ എന്ന് ആശ്വസിക്കുന്നു. പുതുവത്സര ചിന്തകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നവരാണ്. ദ മാൻ ഈസ് തിങ്കിങ് ആനിമൽ എന്നാണ് മനുഷ്യനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. അഥവാ മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗമാണ്. സാധാരണ അറബിയിൽ ഹയവാനുൻ നാത്തിഖ് എന്ന് മനുഷ്യരെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുണ്ട്. സംസാരിക്കുന്ന ജീവി. മറ്റിതര ജീവികളും അവരുടേതായ ഭാഷയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ ചിന്തിക്കുന്ന, വിവേകമുള്ള, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനോളം മറ്റ് മൃഗങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഇതര സൃഷ്ടികളിൽ നിന്നും മനുഷ്യൻ വിഭിന്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്യത്തിൻ്റെ ഒരു അല്പ കഷ്ണമുണ്ട്. സൂറത്തുൽ ബനി ഇസ്രായേലിലാണെന്ന് തോന്നുന്നു. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആദരവ് കൈപ്പറ്റിയ മറ്റൊരു സൃഷ്ടി നമുക്ക് ഭൂമി ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരുടെ ലോകം മറുഭാഗത്താണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മൊത്തത്തിൽ പണ്ഡിതന്മാർ 3 തരമായിട്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കാൻ മാത്രം കഴിവുള്ള ഒരു വിഭാഗം സൃഷ്ടികൾ, മലക്കുകൾ. അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വിവേകമില്ല, വെറും വികാരത്തിൽ മാത്രം ജീവിച്ചു പോകുന്ന മൃഗങ്ങൾ. ഈ 2 സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകവും നൽകി, അതുപോലെ തന്നെ വികാരവും നൽകി. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനും സത്യത്തെയും അസത്യത്തെയും തന്നിഷ്ടമായി തിരഞ്ഞെടുക്കാനും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സാധാരണ ചില ആളുകളുടെ ചിന്തയിലേക്ക് ഓടി വരാറുള്ളൊരു കാര്യമാണ്, ചില ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്. അള്ളാഹുവിൻ്റെ കഴിവ് പ്രകാരമാണല്ലോ മനുഷ്യർ നന്മ ചെയ്യുന്നത്, പിന്നെന്തിനാണ് ആ നന്മയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവ് കൊണ്ടാണല്ലോ ആളുകൾ തിന്മ ചെയ്തു പോകുന്നത്. ആ തിന്മയുടെ പേരിൽ എന്തിനാണ് അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കുന്നത്? യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശിക്ഷിക്കുന്നത് അവൻ്റെ തെരഞ്ഞെടുപ്പ് മുഖേനയാണ്. നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തു. ആ നന്മയിൽ തിരഞ്ഞെടുക്കുകയും തിന്മ വർജിക്കുകയും ചെയ്യുക എന്നൊരു അവസ്ഥ അല്ലെങ്കിൽ എന്നൊരു കഴിവ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് മുഖേനയാണ് നന്മയും അതേപോലെ തന്നെ നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്ത നാം ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോടെന്നല്ല, മൊത്തത്തിൽ മനുഷ്യരോട് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു കൽപ്പന, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഫഅതബിറു യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക എന്നിങ്ങനെ ഒരുപാട് വട്ടം ആവർത്തിച്ച് നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം. എപ്പോഴും ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ചിന്തയുണ്ട് എങ്കിൽ, ആലോചനയുണ്ട് എങ്കിൽ തീർച്ചയായും ആ പ്രവർത്തനത്തിൻ്റെ പര്യവസാനത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തി ആളുകളോട് അന്വേഷിച്ച് ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ഞാൻ ഇന്ന സ്ഥലത്ത് കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടന്നു പോകും, ഇവിടെ ഇന്ന കച്ചവടം ആവശ്യമാണ് എന്നിത്യാദി കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അവൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ പ്രവർത്തനത്തിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കും. ഇതാണ് മനുഷ്യൻ ചിന്ത കൊണ്ട് നേടിയെടുക്കുന്ന കാര്യം. നമ്മളും ഒരു പുതുവർഷ പുലരിയിലേക്ക് കടന്നു വന്നപ്പോൾ, പുതുവർഷ പുലരി എന്ന് പറയുമ്പോൾ രണ്ട് നിലയിലും നമുക്കൊരു പുതുവർഷമാണ്. ഇസ്ലാമിൻ്റെ ഹിജറ വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു മുസ്ലിം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടതും തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടം മുതലാണ് ഇസ്ലാമിൻ്റെ വർഷവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കണക്കുകളും ഇങ്ങനെ ഒരു ഹിജറ വർഷം മുതൽ ആരംഭം കുറിക്കപ്പെട്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ ചെയ്തത് മുഖേന ഹിജറ വർഷം ആരംഭിക്കുകയാണ്. ഹിജറയുടെ തുടക്കമുണ്ടായി. പഴയ കാലത്ത് ഓരോ സംഭവം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സാധാരണ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൽ. ആനക്കലഹ വർഷം നടന്നതിൻ്റെ ഇത്രാമത്തെ വർഷമാണ് ഇന്ന കാര്യമുണ്ടായത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നിങ്ങനെ ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തീയതികൾ കുറിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പം അതുകൊണ്ട് ഹിജറ അത് ഒരു മുസ്ലിമിൻ്റെ കലണ്ടറാണ്. ഏതായിരുന്നാലും പുതുവർഷത്തിലേക്ക് കടന്നു വരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ചിന്തകളുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് വെക്കാറുണ്ട്. ഇനി എൻ്റെ അടുത്ത വർഷം, ആ അടുത്ത വർഷത്തിൽ എനിക്ക് ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകണം, എൻ്റെ സാമ്പത്തിക ഭദ്രത ഇങ്ങനെ നിലനിർത്തണം, അല്ലെങ്കിൽ ഇത്ര കൂട്ടണം, എൻ്റെ വീട് കാര്യങ്ങൾ, എൻ്റെ കുടുംബ കാര്യങ്ങൾ, എൻ്റെ മറ്റിതര കാര്യങ്ങൾ, ഇങ്ങനെ ഒരു വ്യക്തി അവൻ്റെ വ്യക്തിപരമായവും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടും സംഘടനാപരമായ കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കുകയും അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തുകയും ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്ന് ആലോചിക്കുകയും അത് കരുതിക്കൂട്ടി വെക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തു പോയ കുറ്റങ്ങളെ സംബന്ധിച്ചും ചെയ്തു പോയ നഷ്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിക്കുകയും വരും വർഷം അത്തരമൊരു നഷ്ടമോ അല്ലെങ്കിൽ കഷ്ടമോ ഉണ്ടാകരുത് എന്നൊരു കണക്കുകൂട്ടലും കൂടി ആവശ്യമാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഒരു പുതുവർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ആലോചിച്ച് വെക്കാറുമുണ്ട്, വെക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നതോടൊപ്പം വിശാലമായിട്ട് പല കാര്യങ്ങളും പറയാനുള്ള സമയമില്ല. വെറും ഒരു വിഷയത്തിലേക്ക് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് പരിമിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അഥവാ ഏകദേശം ചുരുങ്ങിയ ആയുസ്സാണ്. നമുക്ക് മുമ്പുള്ള പ്രവാചകന്മാർ വളരെയധികം വർഷം ജീവിച്ചവരാണ്. അവരുടെ സമുദായം അതേപോലെ ധാരാളം വർഷം കഴിച്ചു കൂട്ടിയതാണ്.
മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഏകദേശം 950 വർഷം പ്രബോധനത്തിൻ്റെ പാതയിൽ ചെലവഴിച്ചു എന്ന് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ് അതിലും കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിൽ ഇങ്ങനെ കാണാം, ഏകദേശം 3000 വർഷത്തോളം അവർക്ക് ആയുസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രായമുള്ള ഒരു വൃദ്ധ സ്ത്രീയോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചു, ഇനിയൊരു സമുദായം വരാനുണ്ട്, അവർക്ക് വെറും 60 വർഷമാണ് ആയുസ് എന്ന് സൂചിപ്പിച്ചപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ സൂചിപ്പിക്കുന്നു, ആ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് തഹ്മീദ് ചെയ്ത് അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ആയുസിനെ ചെലവഴിക്കുമായിരുന്നു. 3000 വർഷം ജീവിക്കുന്ന ഒരു വൃദ്ധയുടെ മുന്നിൽ 60 വർഷം വെറും തുച്ഛമാണ്. അപ്പം അങ്ങനെ അവർ കണക്കുകൂട്ടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു മഹത്തായ സമ്പത്താണ് ഒഴിവ് സമയമെന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 2 നിഅമത്തുകൾ, അധിക ജനങ്ങളും ആ 2 നിഅമത്തുകളെക്കുറിച്ച് അശ്രദ്ധയിലാണ്, വഞ്ചിതരാണ്. ആ നിഅമത്തുകളെ സംബന്ധിച്ച് ഓർക്കാറില്ല, ചിന്തിക്കാറില്ല. എന്നിട്ട് സൂചിപ്പിച്ചു, ഒന്ന് ആരോഗ്യവും രണ്ടാമത്തത് ഒഴിവ് സമയങ്ങളുമാണ്. ആരോഗ്യത്തിൻ്റെ നിഅമത്ത് എന്താണെന്ന് നിങ്ങളോട് കൂടുതൽ വ്യക്തമാക്കി തരേണ്ട ആവശ്യമില്ല. പ്രവാസികളായി കഴിയുന്ന നാം ഓരോരുത്തരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പെടുന്നനെ ഉണ്ടാകുന്ന രോഗങ്ങൾ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകമായ രോഗത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരോഗ്യമെന്ന നിഅമത്തിനെ സംബന്ധിച്ചോ പറയേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു വിഷയമാണ്. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ. നാം നമ്മുടെ ഒഴിവ് സമയത്തെ സംബന്ധിച്ച് അധികവും ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ എങ്ങനെയെങ്കിലും വിനിയോഗിക്കുക, എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമാ അൽഹംദുലില്ലാ സുഖമായിട്ടൊന്ന് ഉറങ്ങി തീർക്കാം എന്നാണ്. ആഘോഷ ദിവസമാണ്, ആളുകൾ ഉറക്കം ഒഴിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളാണെങ്കിലോ ആളുകൾ കൂടുതൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം പൂർണ്ണമായിട്ടും ഉറങ്ങി നശിപ്പിക്കാം എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസിനെ സംബന്ധിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹു മഹ്ശറയിൽ ഖുദ്സിയായ ഹദീസിൽ കൂടി വിശദീകരിക്കുന്നു, നാളെ മഹ്ശറയിൽ ഒരു മനുഷ്യൻ്റെ പാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ സാധിക്കുകയില്ല 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ. അതിലൊന്നാമത്തെ ചോദ്യം, നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു? നമ്മുടെ ആയുസ് എന്തിൽ നീ വിനിയോഗിച്ചു? എന്തിൽ നമ്മൾ വിനിയോഗിക്കുന്നുവോ അത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ നാളെ സംസാരിക്കുന്നത് നമ്മുടെ വായ കൊണ്ടായിരിക്കുകയില്ല. വിശുദ്ധ യാസീനിൽ കൂടി അള്ളാഹു പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിൽ കൂടി അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ നമ്മളെ കൊണ്ടുവരും. മഹ്ശറയിൽ നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കും, നമ്മുടെ വായ് സീൽ ചെയ്യും, വാ കൊണ്ടൊന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല. നഖ്തിമു അലാ അഫ്വാഹിഹിം, നാം അവരുടെ വായിന് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, നാം അവരുടെ കരങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, എന്താണ് പ്രവർത്തിച്ചത് അതിനെ സംബന്ധിച്ച് കൈ പറയും, ഇന്നയാള് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു, ഇന്ന പ്രവൃത്തി ചെയ്തിരുന്നു. കാല് അതേ അള്ളാഹുവേ ഞാൻ സാക്ഷിയാണ്. വായ കൊണ്ടാണ് ഒരാൾ പറയുന്നെങ്കിൽ ചിലപ്പോൾ കളവ് പറയാനുള്ള സാധ്യത ഉണ്ടാകാം, അല്ലാഹു ആലം. ഏതായിരുന്നാലും നമ്മുടെ മുഴുവൻ പ്രവൃത്തി നാം നാളെ സൂചിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ വാക്കുകളും നാളെ ഹാജരാക്കപ്പെടും. 4 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നമുക്ക് അനങ്ങാൻ സാധിക്കുകയില്ല. പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ്, തൻ്റെ ജീവിതം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ നിമിഷവും അത് വിലമതിക്കുന്നതാണ്. ഹദീസിൽ കൂടി പ്രവാചകൻ പറഞ്ഞു, ദുനിയാവ് എന്നുള്ളത് പരലോകത്തിൻ്റെ കൃഷിസ്ഥലമാണ്.
നാം ഇവിടെ എന്ത് കൃഷി ചെയ്യുന്നുവോ അതേ നമുക്ക് നാളെ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കൃഷിയിടം നന്നായി കഴിഞ്ഞാൽ, നമ്മുടെ കൃഷി നന്നായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ കൃഷി മോശമാണെങ്കിൽ നമ്മുടെ ഫലങ്ങളും മോശമായി തീരും. ദുനിയാവിൽ വെച്ച് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ പരലോകത്ത് നമുക്ക് നല്ല വിഭവങ്ങൾ കൊയ്യാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫി ഹർസി വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആരൊരുവൻ പരലോകത്തിൻ്റെ കൃഷിയെ ഉദ്ദേശിച്ചുകൊണ്ട്, പരലോകത്തിൻ്റെ വിളവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തിൻ്റെ കൃഷി ചെയ്യുകയാണെങ്കിൽ അവന് നസിദ് ലഹു, നാം അധികരിപ്പിച്ചു കൊടുക്കും. ദുനിയാവിനെ ഉദ്ദേശിച്ചിട്ടാണോ, നുഅതിഹി മിൻഹ, നാം അവന് നിശ്ചയിച്ചത് നൽകുന്നതാണ്. അഥവാ നുഅതിഹി മിൻഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ 4-ാം മാസം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരുന്ന ആ ചുരുങ്ങിയത് എത്രയാണോ അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിൽ ആഖിറതി മിൻ നസീബ്, അവന് പരലോകത്ത് യാതൊരു ഓഹരിയും ലഭിക്കുന്നതല്ല. പരലോകത്ത് യാതൊരു ഓഹരിയും ലഭിക്കുന്നതല്ല. അപ്പം ദുനിയാവിൽ നാം നമ്മുടെ സമയം ചെലവഴിക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് നല്ലത് സമ്പാദിക്കാം. ദുനിയാവിൽ നാം മോശമായ കാര്യങ്ങൾക്കാണ് വെറുതെ വിനിയോഗിക്കുകയാണെങ്കിൽ, പാഴായതാണെങ്കിൽ നാളെ നമുക്ക് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പാഴായ കാര്യങ്ങളായിരിക്കും, അഥവാ ശിക്ഷയായിരിക്കും ലഭിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള സമയങ്ങൾ സാധാരണ ഉപമിക്കാറുള്ളത് പോലെ ഒരു മൈതാനത്ത് കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരി പോലെയാണ് നമ്മുടെ ആയുസ്. മൈതാനത്ത് കത്തിച്ചു വെച്ച മെഴുകുതിരി അത് ഉരുകിക്കൊണ്ടേയിരിക്കും. ആ മെഴുകുതിരി തീരുന്നത് വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ ആയുസ് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേ അവസരത്തിൽ ആ മെഴുകുതിരി ഏതെങ്കിലും ഉപയോഗപ്രദമായ രീതിയിലാണ് നമ്മൾ കത്തിച്ചതെങ്കിൽ, ജനങ്ങൾക്ക് വഴി നടക്കാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുമാണ് നാം മെഴുകുതിരി ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഫലമായി. മെഴുകുതിരി മൈതാനത്ത് കത്തിച്ചു വെച്ചാലും പള്ളിയിൽ കത്തിച്ചു വെച്ചാലും ഉരുകിത്തീരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഥവാ നമ്മുടെ ആയുസ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നോറും തീർന്നു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ എന്നൊരു കവി മുമ്പ് പാടിയിട്ടുണ്ട്. അഥവാ ഈ ലോകത്ത് ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നെങ്കിൽ അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നേനെ. ഈ ലോകത്താരും ശാശ്വതമല്ല. ഇന്നെങ്കിൽ മറ്റൊരു ദിവസം നാം എല്ലാവരും ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. പക്ഷേ കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നാം നമ്മുടെ സമയം വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന് തൃപ്തകരമായ രീതിയിൽ, അള്ളാഹുവിന് പൊരുത്തകരമായ രീതിയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നാളെ അതുകൊണ്ട് പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നാം നമ്മുടെ സമയത്തെ ഒരുക്കുമ്പോൾ, തയ്യാറാക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകും. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. പലപ്പോഴും ലക്ഷ്യം മറന്ന ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ, നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുക. നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റ്, അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലൈറ്റ് പ്രകാശിക്കാതിരിക്കുമ്പോൾ അത് വലിച്ചെറിയും. ഈ മൈക്ക് ഉപയോഗമല്ല എങ്കിൽ ഇത് ഉപയോഗിക്കില്ല, ഇത് വലിച്ചെറിയും. എന്നതുപോലെ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അത് ഉപയോഗിക്കാൻ പര്യാപ്തമാകുന്നിടത്തോളം കാലം അതിന് ആയുസ്സുണ്ട്, അത് ഉപയോഗിക്കപ്പെടും. അല്ലെങ്കിൽ അത് വലിച്ചെറിയപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, പക്ഷേ നാം ലക്ഷ്യം മുൻനിർത്തിയിട്ടാണോ ജീവിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട ഒരു സമയവും സന്ദർഭവുമാണ്. നമ്മളോട് ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു ചെറുപ്പക്കാരനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി കുറേയൊക്കെ പൈസ സ്വരൂപിച്ചു, കിട്ടിയ ഒരു വിസ വാങ്ങിച്ചു. ഈ ചെറുപ്പക്കാരനെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുകയാണ്. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മാതാവിന് വീട് വേണം, പിതാവ് മരണപ്പെട്ടിരിക്കുകയാണ്, പെങ്ങന്മാരുടെ കല്യാണം കഴിയണം. ഇങ്ങനെ പല ആവശ്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ ആളുകൾ സംഘടിച്ച് അദ്ദേഹത്തിനൊരു സഹായം ചെയ്തു. ആ ചെറുപ്പക്കാരൻ ഒരു ലക്ഷ്യവുമായിട്ടാണ് ഗൾഫിലേക്ക് വന്നത്. നമ്മിൽ ആരെങ്കിലേക്ക് ഇങ്ങനെ വന്നവരുണ്ടാകും. ഇങ്ങനെ ഗൾഫിലേക്ക് വന്നതിന് ശേഷം അവൻ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കിട്ടുന്ന ശമ്പളം മുഴുവനും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നല്ല, തൻ്റെ വിനിയോഗത്തിനും ആഘോഷത്തിനും വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. താമസിക്കാൻ സാധാരണ ഒരു വീട് അല്ലെങ്കിൽ ഒരു റൂം മതി. പക്ഷേ അവൻ കൂടിയ വിലയുള്ള ഫ്ലാറ്റ് വാങ്ങിച്ച് അതിൽ കഴിയുകയാണ്. വാഹനം ആവശ്യമാണ്.
വാഹനം സാധാരണ സഞ്ചരിക്കാനൊരു വാഹനം മതി, പക്ഷേ അവൻ വില കൊടുത്ത് വളരെ വില മതിക്കുന്ന ഒരു വാഹനം വാങ്ങിക്കുകയാണ്. സാധാരണ നമ്മൾ ഗൾഫുകാർക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്കുണ്ടാകുന്ന ഒരു പൊങ്ങച്ചമുണ്ടല്ലോ, അതിൻ്റെ പേരിൽ. ഇതേപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ മുഴുവനും അവൻ ഓവർ ടൈം കിട്ടുമെങ്കിലും അത് ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ കിട്ടിയ ഓവർ ടൈമിൽ കൂടി കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ദുർവിനിയോഗം ചെയ്യുകയാണ്. പാർക്കിലും കൂട്ടുകാരും മൊത്തം അടിച്ചു പൊളിക്കുകയാണ്. ആളുകൾ പോയി ഉപദേശിച്ചു, അല്ല മോനെ, നിന്നെ ഒരു ലക്ഷ്യവുമായിട്ടല്ല ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്, നീ ഓർക്കുന്നില്ലേ? നിന്റെ ഉമ്മാക്ക് വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, നിന്റെ പെങ്ങന്മാരുടെ കല്യാണം കഴിയാനുണ്ട്, എന്നെന്നും നീ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ അറബ് നാട്ടിൽ ജീവിക്കാനുള്ളവനല്ല, നീ ഇവിടെ മതിയാക്കി നാട്ടിൽ പോയി ജീവിക്കാനുള്ളവനാണ്. അപ്പം അവൻ ചോദിക്കുന്നു, അല്ല സഹോദര, ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചത് ഒരു ആവശ്യമല്ലേ? എനിക്ക് ജീവിക്കണ്ടേ ഇവിടെ? ഞാൻ വാഹനം വാങ്ങിച്ചു, എനിക്ക് ജീവിക്കണ്ടേ? എന്നിങ്ങനെ ആവശ്യങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്, ലക്ഷ്യം മറന്നിരിക്കുകയാണ്, നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലാവധി പൂർത്തിയാക്കി നാട്ടിലേക്ക് പോകുമ്പോൾ അവനെ നാട്ടുകാർ സ്വീകരിക്കുകയില്ല, അവനെ വീട്ടുകാരും സ്വീകരിക്കുകയില്ല, എല്ലാവരാലും അവൻ തള്ളപ്പെട്ടവനാകും. ഇതേ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകുക നാം ലക്ഷ്യം മറന്ന് ജീവിക്കുകയാണെങ്കിൽ. പ്രവാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. വിശുദ്ധ ഹദീത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബ് ഔ ആബിറ സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. എടോ, നീ നിന്റെ ജീവിതം ഒരു പരദേശിയെ പോലെ ആക്കുക. ദേശമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ പോലെ, അഥവാ ഒതുങ്ങി ഒപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലെ നീ ലോകത്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വഴിമുറിച്ച് കിടക്കുന്നവനെ പോലെ നീ ജീവിക്കുക. നിനക്ക് അത്രയേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതം. നീ നിന്റെ ശരീരത്തെ ഖബറാളികളുടെ ഗണത്തിൽ നീ ഉൾപ്പെടുത്തുക. വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ളൂ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇതേ രീതിയിൽ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം, ഉള്ള ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. ഒരിക്കലും സ്വീകരിക്കുകയില്ല നാട്ടുകാർ. നാമും ഇതേപോലെ ലക്ഷ്യം മറന്ന് ആവശ്യങ്ങളിലായി ജീവിക്കുകയാണെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുകയില്ല. നീ ലക്ഷ്യം മറന്ന് ആവശ്യങ്ങളിൽ മുഴുകി ജീവിച്ചവനാണ്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ട്രെയിനിൽ കയറി ബാത്റൂമിലേക്ക് പോയപ്പോഴാണ് കണ്ണാടി ഇല്ല എന്ന് കണ്ടത്. കണ്ണാടി കാണാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ ഇറങ്ങി, നേരെ ഷോപ്പിൽ പോയി കണ്ണാടി വാങ്ങിക്കണം. എന്തോടോ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കണ്ണാടി ആവശ്യമല്ലേ? ആവശ്യമാണ്, പക്ഷേ കണ്ണാടി നമ്മുടെ ലക്ഷ്യമല്ല. തിരുവനന്തപുരത്തേക്ക് എത്തലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, കുറേ ആവശ്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പറ്റിയത് ലക്ഷ്യം മറന്ന് ആവശ്യങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുക എന്നാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പരിശോധിക്കുമ്പോൾ മനുഷ്യന് 5 ആവശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 5 ആവശ്യങ്ങൾ. വിശക്കുമ്പോൾ ആ വിശപ്പടക്കാനുള്ള ഭക്ഷണം മനുഷ്യന് ആവശ്യമാണ്. തൻ്റെ ഔറത്ത് നഗ്നത മറക്കാൻ അവന് വസ്ത്രം ആവശ്യമാണ്. തൻ്റെ വികാര പൂർത്തീകരണത്തിന് അവന് വിവാഹം ആവശ്യമാണ്. സഞ്ചരിക്കാൻ ഒരു വാഹനം ആവശ്യമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇന്നുള്ളതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സംവിധാനമില്ല. അന്ന് ഒട്ടകമുള്ളവൻ അല്ലെങ്കിൽ കുതിരയുള്ളവൻ സ്വന്തമായിട്ട് യാത്ര ചെയ്തു പോകും, അല്ലാത്തവൻ പ്രയാസപ്പെട്ട് നടന്നു നീങ്ങണം. പ്രവാചകൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞു, വാഹനം ഒരു ആവശ്യമാണ്. വാഹനം ഒരു ആവശ്യമാണ്. യാത്രക്ക് സൗകര്യമായ നിലയിൽ വാഹനം ഒരു ആവശ്യമാണ്. വെയിലും മഴയിൽ നിന്നും സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടി വീട് ഒരു ആവശ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 5 ആവശ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് മനുഷ്യർ മൊത്തത്തിലെന്നല്ല, നമ്മുടെ സമുദായം പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ആവശ്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്? വിശപ്പടക്കാൻ ഇന്ന് ആളുകളോട് മൊത്തത്തിൽ എന്തിനാടോ നീ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യം അവൻ്റെ മുമ്പിൽ ലക്ഷ്യമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഒന്ന്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. 2, തൻ്റെ വികാര പൂർത്തീകരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് അധികം ആളുകളുടെയും. നാം നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഒരു ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ലക്ഷ്യം എന്ന് ഓരോരുത്തരോടും ചിന്തിച്ചു നോക്കിയാൽ, ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ ഈ 2 ലക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ പ്രധാനമായിട്ടും തെളിഞ്ഞു വരിക. വിശക്കുമ്പോൾ ആ വിശപ്പൊന്ന് അടക്കണം. വിശപ്പടക്കുക എന്നുള്ള ആവശ്യം മനുഷ്യന് ആവശ്യമായിട്ടല്ല ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ വിഭവങ്ങളിൽ നമ്മൾ കളയുന്ന ഭക്ഷണങ്ങൾ 2ഉം കൂടി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ കളയുന്ന ഭക്ഷണമായിരിക്കും കൂടുതൽ. ചില
ഫംഗ്ഷനുകൾ സ്വരൂപിക്കുകയും അതേപോലെ തന്നെ ആ ഫംഗ്ഷനുകളിൽ കൊടുക്കുന്നതിനേക്കാളും ഭക്ഷണം ധാരാളമായിട്ടും കളയേണ്ടി വരുന്നു. ഭക്ഷണത്തിൽ ക്രമീകരണമില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലോ കഴിക്കേണ്ട വിഭവങ്ങളിലോ ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കേണ്ട വസ്തുക്കൾ ഒരുക്കുന്ന വിഷയത്തിലോ ഒരു ലക്ഷ്യമോ ഒരു ചിന്തയോ ഇല്ലാതെ, ഒരു ആലോചനയോ ഇല്ലാതെ വെറുതെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക്. അതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതി നമ്മൾ ഓരോരുത്തരും അറിയാവുന്നവരാണ്. പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വയറിലെ 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം വായുവായിട്ട് ഒഴിച്ചു വരണം. നമ്മൾ ഭക്ഷണത്തിൻ്റെ ആ ഭാഗവും കഴിക്കും, വെള്ളത്തിൻ്റെ ഭാഗവും കഴിക്കും, ഒഴിവാക്കാനുള്ള ഭാഗവും കഴിക്കും. പിന്നെ വെള്ളത്തിനും അതേപോലെ തന്നെ ശ്വസിക്കാനുമുള്ള അവസ്ഥ നമ്മൾ അനുവദിക്കുന്നില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വസ്ത്രത്തെ സംബന്ധിച്ചും നമുക്ക് നമ്മുടെ ഔറത്ത് മറക്കുക, മറ്റൊരാൾ കാണുമ്പോൾ അവർക്ക് അറപ്പില്ലാതിരിക്കുക എന്ന നിലയിൽ നാം വസ്ത്രം ധരിക്കുക എന്നല്ലാതെ ഇന്ന് കമ്പോളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ നമ്മൾ അണിയുക. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, നമ്മളുടെ കൊച്ചു മക്കളോട്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട്, മോനെ പാൻറ് കൂടുതൽ നിനക്ക് ആവശ്യമുള്ള പാൻറ് നീ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഉമ്മ വാങ്ങിച്ചു തരുന്നല്ലേ, ഉപ്പ വാങ്ങിച്ചു തരുന്നല്ലേ. എന്നാൽ ഉപ്പാനോട് ഉമ്മാന്ന് ചോദിക്കുമ്പോഴോ അവരുടെ മറുപടി പിള്ളേരിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ എന്താ ചെയ്യാം. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു രക്ഷിതാവ് വന്നിട്ട് പറയുന്നു, ഉസ്താദെ കുട്ടികൾ നീളമുള്ള പാൻറ്റൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി നിർബന്ധിക്കുന്നു. നീളമുള്ള പാൻറ്റുകൾ രക്ഷിതാക്കളായ നാം ആ വിഷയത്തിൽ ഒന്ന് കണിശത പാലിക്കുകയാണ് എങ്കിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രം ആയിരങ്ങളും ലക്ഷങ്ങളും വസ്ത്രം ധരിക്കാൻ കഴിവില്ലാതെ ഇടങ്ങാറാകുമ്പോൾ നമ്മൾ വെറുതെ വസ്ത്രം വാങ്ങിച്ച് അല്ലെങ്കിൽ ലാവിശായ നിലയിൽ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സഹോദരങ്ങളെ, വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രവാചകൻ നമ്മുടെ ഒരു ലക്ഷ്യമായിട്ടല്ല, മറിച്ച് ഒരു ആവശ്യത്തിൻ്റെ കൂട്ടത്തിലാണ് എണ്ണി പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹവും വിവാഹ ആഘോഷ പരിപാടികളും. അതിന്ന് എത്രയാണ് അതിന് സംഘടിപ്പിക്കുന്ന, അത് ചെലവഴിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമ്പത്തും അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുന്ന മുതലുകളും എത്ര ധാരാളമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഐമനുൻ നിക്കാഹി ബർക്കത്തൻ ഐസറുഹാ മുഅനത്തൻ, നിക്കാഹുകളിൽ ഏറ്റവും ഉത്തമം ബർക്കത്തുള്ളത് ഐസറുഹാ മുഅനത്തൻ, ഏറ്റവും ചുരുങ്ങിയ ചെലവിലാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹർ നൽകി വിവാഹം കഴിക്കുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്ര പോലും ബാധ്യത വരുന്നില്ല, നമ്മൾ ഉണ്ടാക്കി തീർത്ത ബാധ്യതയല്ലാതെ. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. വിവാഹം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തപ്പെടുന്ന വിവാഹം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ വിവാഹം ചെയ്തയക്കുമ്പോൾ അനാവശ്യമായ രീതിയിൽ, കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരു നാട്ടിലൊരു പരിപാടിക്ക് പങ്കെടുത്തു. കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാട്ടിലൊരു വിവാഹമല്ല, ഒരു വീട് കൂടൽ പരിപാടിയിൽ പങ്കെടുത്തു. വളരെ അടുത്ത ഒരു സഹോദരൻ, പരിചയമുള്ളൊരു സഹോദരനായിരുന്നു. വീട് കൂടലിനെ പോയി അദ്ദേഹം നാട്ടുകാരെ മുഴുവനും വിളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താൻ മറ്റാണ്, ഇത്ര കുറേ ആൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ആളാണ്, ഇയാൾക്ക് ഭ്രാന്താൻ മറ്റാണ്, ഇത്ര കുറേ ആളുകളെ വിളിച്ചിട്ട് പരിപാടി വെച്ചത്. നല്ല വിഭവമായ പല നിലയിൽ, മീൻ വേറെയുണ്ട്, കോഴി വേറെയുണ്ട്, ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന അവസ്ഥയാണ്. ഇപ്പം അതിനൊക്കെ ഒരു നല്ല ലേബിളും കിട്ടിയിട്ടുണ്ട് ആളുകൾക്ക്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് മാറാകട്ടെ. ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കല്യാണങ്ങൾ നടക്കുന്നില്ല. ഇത്തരം ആഡംബരങ്ങളും ഇത്തരം ആഭാസത്തരങ്ങൾ കൊണ്ട് കല്യാണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നില്ല. മറുഭാഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ഇങ്ങനെ ഒരു കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തെ സംബന്ധിച്ചും ഇതേപോലെ പറഞ്ഞു, വാഹനവും ഒരു ആവശ്യമാണ്. ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ, നമുക്ക് ആവശ്യമായ രീതിയിൽ നാം വാഹനം വാങ്ങിക്കണം. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, വീട് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചും. ഇന്ന് നമ്മുടെ നാട്ടിലെ വീടുകളുടെ അവസ്ഥ എന്താണ്? വീടുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും മോശമായ ചെലവഴിക്കൽ, ഏറ്റവും നഷ്ടകരമായ ചെലവഴിക്കലാണ് താൻ തൻ്റെ വീടിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനികളെ, ഈ ആവശ്യങ്ങളിൽ മുഴുകിയാണ് നമ്മൾ ജീവിക്കുന്നത്.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന എന്തിനാണ്? ഈ 5 കാര്യങ്ങൾ നമുക്ക് സുഖമായി നടക്കണം. അതേ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാവുക, ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം, എന്തൊക്കെ സമയ ക്രമീകരണങ്ങൾ നടത്തണം, ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറില്ല. ഈ സമയങ്ങൾ എങ്ങനെ നമ്മൾ വിനിയോഗിച്ചാൽ പരലോകത്തേക്ക് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കിയ ജീവിതത്തിന് മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്തടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടവരായിരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സ്വീകാര്യമില്ലാത്ത രീതിയിലായിരിക്കും ചെന്നെത്തുക എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തും അതിൻ്റെ അർത്ഥവും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഒരല്പം സുദീർഘമായ ആയത്താണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുസ്ലിം സമുദായം വളരെ പരീക്ഷണത്തിലും അതേപോലെ തന്നെ അന്തസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ്. എല്ലാ നിലത്ത് നോക്കിയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടം വരാനുണ്ട്, ചെന്നായകൾ അതിൻ്റെ തീറ്റപാത്രത്തിലേക്ക് അടുക്കുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്നും ഈ സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചെന്നായകൾ അതിൻ്റെ തീറ്റമൃഗത്തെ കടിച്ചു കീറുന്നത് പോലെ ഈ സമുദായത്തെ കടിച്ചു കീറിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അന്ന് നമ്മൾ ആൾബലം കുറവായതിൻ്റെ പേരിലാണോ? അന്ന് നമ്മൾ വളരെ കുറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ബൽ അൻതും കസീർ, നിങ്ങളന്ന് ധാരാളം ഉണ്ടാകും. വലാകിന്നക്കും ഉസാഉൻ കഉസാഇ സൈൽ, പക്ഷേ നിങ്ങൾ അധികം ആളുണ്ടെങ്കിൽ പോലും നിങ്ങൾ മഴവെള്ളപ്പാച്ചിലിൽ വരുന്ന ചണ്ടികളെ പോലെയാണ്. നമ്മൾ സാധാരണ നന്നായി ഒന്ന് മഴ വർഷിക്കുമ്പോൾ നൊരയും പതയും കുറേ ചണ്ടികളും ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേപോലെയായിരിക്കും നമ്മുടെ സമുദായമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ച് തരികയുണ്ടായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് സംഭവം നമ്മുടെ നാട്ടിലുണ്ടാകുന്നുവോ നേരെ ഈ സമുദായത്തിൻ്റെ പേരിലാണ്. എന്ത് പ്രതിഭാസമുണ്ടായാലും അത് ഈ സമുദായത്തിൻ്റെ പേരിലാണ്. എന്ത് കാര്യമുണ്ടായാലും അതിൻ്റെ അന്തസ്സ് കേട് ഈ സമുദായത്തിനാണ്. വലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് അല്ലാഹു നമ്മോട് പറഞ്ഞു. നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും അവൻ്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുമാണ് അന്തസ്സ്. എവിടെ പോയി നമ്മുടെ ഈ അന്തസ്സ്? യഥാർത്ഥത്തിൽ നാമായി മാറിയിട്ടില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ, നിങ്ങളിൽ വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന നിങ്ങളുടെ പ്രവർത്തനം അതായി തീരുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നത സ്ഥാനത്തുണ്ടാവുക എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇസ്ലാമിൽ നിന്നും അകന്നു, ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ നിന്നും അകന്നു, വിശ്വാസം വെറും പേരിന് മാത്രമായി തീർന്നു. നാമധാരി മുസ്ലിം ആയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാവുകയില്ല. വലാകിൻ ഹഖൻ അലീന നസ്റുൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. ആരെയാ സഹായിക്കുക? സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ. നസ്റുൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വെറും നാമത്തിൽ മാത്രം ഇസ്ലാം ആയതിൻ്റെ പേരിൽ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭ്യമാകുകയില്ല. ചാനലുകൾ നമ്മൾ മറിച്ച് നോക്കും, അവിടെ യുദ്ധം നടക്കുന്നു, ഇവിടെ യുദ്ധം നടക്കുന്നു. ഓരോ ചാനലും മറിച്ച് നോക്കി അവസാനം 12ാമത്തെ ചാനലും കണ്ട് നമ്മൾ കടന്നുറങ്ങും. നമ്മുടെ സമയം ഇന്ന് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. സംഗീതത്തിന് മുമ്പിലും റിയാലിറ്റി ഷോകൾക്ക് മുമ്പിലും എങ്ങനെയെങ്കിലും സമയം. നേരത്തെ ഒരു സഹോദരൻ്റെ വായിൽ നിന്നും കേൾക്കുകയുണ്ടായി, എന്താ ജോലി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ മുമ്പിൽ പോയിരിക്കും, വേറെന്താ ചെയ്യുക? ബഹുമാനികളെ, ക്ലാസ് നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ദീനിൻ്റെ സംസാരം ഉണ്ടാകും, ഇതൊന്നും ആളുകൾക്ക് ശ്രദ്ധിക്കാനോ കേൾക്കാനോ താല്പര്യമില്ല. കാരണം ഈ സമയം നാളെ പരലോകത്ത് നമുക്കൊരു മുതൽക്കൂട്ടായി പോകും. അതേ അവസരത്തിൽ
ചണ്ടൻ്റെ മുകളിൽ കോല് വെക്കുന്ന പരിപാടിയാണെങ്കിൽ അത് 2 മണിയല്ല 4 മണിയായാലും ആളുകൾ അതിൻ്റെ മുമ്പിൽ കുമിഞ്ഞു കൂടുകയും അതിൻ്റെ മുമ്പിൽ തടിച്ചു കൂടുന്നതിനും യാതൊരു പ്രയാസമോ പ്രശ്നമോ ഇല്ല. അള്ളാഹു നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സമയം മെഴുകുതിരി പോലെയാണ്, അത് ഉരുകി തീർന്നുകൊണ്ടേയിരിക്കും. ഏതിൻ്റെ മുമ്പിൽ നമ്മൾ സമയം ചെലവഴിക്കണം, എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ടി വിയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി നാട്ടിൽ വെച്ച് സംസാരിക്കാനായപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടാൻ ടി വി കാണരുത് എന്നുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചു, ക്ലാസ് എടുത്തു ജുമായുടെ ഖുതുബയിൽ. അദ്ദേഹത്തോട് കൂട്ടുകാരനല്ല ആ മഹലിൽ ഒരു വാസി പോയി പറയുകയാണ്, ഉസ്താദ് ഇന്നത്തെ കാലത്ത് ടി വി കാണരുതെന്ന് പറയാൻ പറ്റൂല, ആ കാലമൊക്കെ കഴിഞ്ഞു, കുറച്ച് കാണുക എന്ന് പറയേണ്ട കാലമാണിത്. കുറച്ച് കാണുക. എവിടെ എത്തിയിരിക്കുന്നു കാലം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്, ബത്നുൽ അർളി ഖൈറും മിൻ ലഹരിയ. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ബത്നുൽ അർളി ഭൂമിയുടെ ഉള്ളാണ്, ഖൈറും മിൻ ലഹരിയ അതിൻ്റെ മേൽത്തട്ടിനേക്കാളും അഥവാ ജീവിക്കുന്നതിനേക്കാളും മരിക്കലാണ് ഉത്തമം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണിത്. നാം മസ്ഊലാണ്, അഥവാ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ഞാൻ മസ്ഊലാണ് എൻ്റെ ഭാര്യ സന്താനങ്ങളെക്കുറിച്ച്, എൻ്റെ ഭാര്യയുടെ ജീവിതത്തെ സംബന്ധിച്ചും എൻ്റെ സന്താനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചും ഉത്തരം പറയേണ്ടവനാണ് ഞാൻ എന്നൊരു ബോധം നമുക്കുണ്ടാകണം. വീട്ടിൻ്റെ ഉടമസ്ഥക്ക് ബോധമുണ്ടാകണം, മക്കളെ സംബന്ധിച്ചും ഭർത്താവിനെ സംബന്ധിച്ചും എന്നാൽ ഉത്തരവാദിത്തമുള്ള കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഉത്തരവാദിത്ത ബോധം മനസ്സിലാക്കി സമയം നമ്മൾ വിനിയോഗിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മൾ ചെലവഴിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ വിശ്വാസം ശരിയാക്കി പ്രവർത്തനങ്ങൾ നേരെയാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉന്നതി നൽകും, നമുക്ക് അന്തസ്സ് നൽകും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതാണ് പറഞ്ഞത്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളോട് വാഗ്ദാനം ചെയ്യുന്നു, വഅമിലുസ് സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരോടും. വിശ്വാസിയായ നമ്മോട്, സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്ന നമ്മോട് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും അവൻ അധികാരം നൽകും. നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ട് പ്രയാസപ്പെടുകയോ പാടുപെടുകയോ ചെയ്യേണ്ട, നമ്മുടെ വിശ്വാസം ശരിയാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കുക. അങ്ങനെ നടന്നപ്പോൾ ഒരു കാലത്ത് അധികാരം ലഭിച്ചില്ലേ? സഹാബാക്കൾക്ക് എന്താണ് ഉണ്ടായിരുന്നത്? വെറും വിരലെണ്ണാവുന്ന സഹാബാക്കൾ. അവർ ബദറിൽ കീഴടങ്ങിയില്ലേ? അവർ ബദറിൽ ശത്രു സൈന്യത്തെ പരാജയപ്പെട്ടില്ലേ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൊടുത്തില്ലേ? ഉഹദിൽ ഒരല്പം ചിന്തയില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരല്പം സമയം ക്രമീകരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ഒരല്പം പരാജയം നേരിടേണ്ടി വന്നില്ലേ? ഉഹദ് യുദ്ധത്തിൻ്റെ സംഭവം നിങ്ങളറിയാം. ഒരു 50ഓളം സഹാബാക്കളെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തി പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത് ഞാൻ പറയുന്നത് വരെ. മഹാനായ ജുബൈർ റളിയല്ലാഹു തആല അൻഹു അമീറായിരുന്ന ആ സംഘത്തോട്, അമീറിനോട് പലരും പറഞ്ഞു, യുദ്ധം അവസാനിച്ചു, ആളുകൾ ഗനീമത്തിൻ്റെ മുതൽ പറക്കിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് നേരെ പുറക്കിയെടുക്കാം. അമീർ പറഞ്ഞു, നിങ്ങൾ പോകരുത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുതാണ്, നിങ്ങൾ ആരും ഇറങ്ങരുത്, ഞാൻ ഒരിക്കലും ഇറങ്ങുകയില്ല. അമീർ അവിടെ തന്നെ നിന്നു. ബാക്കിയുള്ളവർ ഇറങ്ങി. അന്ന് മുശ്രിക്കായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവും അതേപോലെ തന്നെ അമുസ്ലിമായിരുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവും പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അവർ മറ്റൊരു ഭാഗത്തോടു കൂടി ഈ മുസ്ലിം സമൂഹത്തെ, സഹാബാക്കളെ ഒന്നടങ്കം വളയുകയും ഒരല്പം മുസ്ലിമീങ്ങൾക്ക് പരാജയം നേടേണ്ടി വന്നു. ബദറും ഉഹദും ശരിക്കും ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സമയങ്ങൾ ക്രമീകരിക്കാനും അതേപോലെ തന്നെ ചിന്തയോടുകൂടി യുക്തിയോടുകൂടി ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഉഹദിലുണ്ടായ പരാജയത്തെ പരാമർശിച്ചുകൊണ്ട് ഏകദേശം 49-50ഓളം ആയത്തുകൾ സൂറ ആല ഇമ്രാനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, മുസ്ലിമീങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. എന്നാൽ ബദറിനെ കുറിച്ച് അത്രയൊന്നും പറഞ്ഞിട്ടില്ല. ബദറിലുണ്ടായ വിശ്വാസവും അള്ളാഹുവിനോടുള്ള സ്ഥൈര്യത്തിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായമിറക്കിയ സംഭവമാണ് ബദറിൽ കൂടി വിശദീകരിക്കുന്നത്. അതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും കൃത്യമായി ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, സഹാബാക്കൾ ഒന്നുമില്ലാതെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലുമുള്ള ആധിപത്യവും അധികാരവും നൽകിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തീർന്നില്ല. അല്ലാഹു പറയുന്നു, വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും,
നിങ്ങൾ തൃപ്തിപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരും. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ജിഹാദ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ സമരം വിളിക്കേണ്ടയോ ആവശ്യം നമുക്ക് വരികയില്ല. നാം നമ്മുടെ വിശ്വാസത്തിൽ ഊന്നു നിൽക്കുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളുമായി സുഖമായിട്ട് ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലെങ്കിൽ സന്ദർഭം നമുക്ക് നമ്മുടെ നാട്ടിൽ സംജാതമാകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉപദേശിക്കുന്നു. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. ഭയം ഭീതിയൊക്കെ മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം നൽകും. ഒരു മനുഷ്യന് സുഖമായി ഒരു നാട്ടിൽ ജീവിക്കാൻ ഈ 3 കാര്യങ്ങൾ മതി. അധികാരം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നൽകും. അല്ലാഹു നമുക്ക് നിർഭയത്വം നൽകും. ഭീതി ഭയം നമുക്കൊന്നും അകറ്റിത്തരും. ഈ 3 കാര്യം ഒരു മനുഷ്യന് സുഖമായി ജീവിക്കാൻ മതിയാകുന്നതാണ്. പക്ഷേ ഇതെപ്പോഴാണ് അല്ലാഹു നമുക്ക് നൽകുക? നമ്മൾ വിശ്വാസികളാകണം. നമ്മുടെ ജീവിതത്തിൽ അവർ എന്നെ ആരാധിക്കുകയും എന്നോട് ശിർക്ക് ചെയ്യാത്തൊരവസ്ഥയിലായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനുണ്ട് ചില വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് പരിമിതമാണ്, നൈമിഷികമാണ്. പ്രവാചകൻ നമുക്ക് അത് ഒരു ഉദാഹരണത്തിൽ കൂടി ഇങ്ങനെയും കൂടി മനസ്സിലാക്കി തന്നു. ഒരു വിശാലമായ സമുദ്രത്തിൻ്റെ മുമ്പിൽ ഒരു പക്ഷി പോയി തൻ്റെ ചുണ്ടിൽ കൊത്തിയെടുക്കുന്ന വെള്ളം എത്രയാണോ അത്രയേ നമ്മുടെ ആയുസുള്ളൂ. വിശാലമായ സമുദ്രത്തിന് സമാനമാണ് പരലോകത്തെ വിശാലമായ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതുകൊണ്ട് വിശാലമായ പരലോകത്തെ ജീവിതത്തിൻ്റെ വിജയം കാംക്ഷിക്കുന്നവർ, അത് ലക്ഷ്യമാക്കുന്നവർ, നാം ഈ ലോകത്തെ ജീവിതം എങ്ങനെയെങ്കിലും പടച്ചവന് തൃപ്തിയുള്ള രീതിയിൽ നമ്മൾ വിനിയോഗിക്കുക. വളരെ ലളിതമായ നിലയിൽ, വളരെ ചുരുങ്ങിയ നിലയിൽ നാം ആവശ്യങ്ങളായി കണ്ട് ലക്ഷ്യം മുൻനിർത്തി നമ്മൾ ജീവിക്കുക. ഇന്ന് നമുക്ക് സംഭവിച്ചത്, വലിയ പർവ്വതത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചെറിയ 2 ചെറുനാരങ്ങ നമ്മുടെ കണ്ണിന് മുമ്പിൽ പിടിച്ചാൽ എപ്രകാരമാണോ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അഥവാ ആ ചെറുനാരങ്ങ നമ്മുടെ കണ്ണിന് മുമ്പിൽ പിടിച്ചതിൻ്റെ പേരിൽ നമുക്ക് ആ പർവ്വതത്തെ കാണാൻ സാധിക്കുന്നില്ല. സഹാബത്ത് നേരെ തിരിച്ചായിരുന്നു. അവർ ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് തന്നെ പരലോകത്തെ കണ്ടവരാണ്. യുദ്ധവേളയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞിട്ട് ഫുസ്തു റബ്ബിൽ കഅബ, ഞാൻ കഅബത്തിന്റെ രക്ഷിതാവാണ്, വിജയിച്ചിരിക്കുന്നു എന്നൊരു സഹാബി വാളുകൊണ്ടുള്ള മുറിവേറ്റപ്പോൾ അദ്ദേഹം മരിച്ചു വീഴാൻ പോകുന്ന നേരത്തെ പറഞ്ഞു ഫുസ്തു റബ്ബിൽ കഅബ, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാനിതാ വിജയിച്ചിരിക്കുന്നു. പരലോകത്തെ ഈ ലോകത്ത് വെച്ച് കണ്ടവരാണ്. ഉഹദിന്റെ ഭാഗത്ത് നിന്നും സ്വർഗത്തിന്റെ പരിമളം വീശിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ മണം ആസ്വാദ്യം അവർ ഈ ഭൗതിക ലോകത്ത് ആസ്വദിച്ചവരാണ്. അങ്ങനെ ഈ ലോകത്ത് പരലോകത്തെ കണ്ട് ജീവിച്ചവരാണ് അവരെ നമ്മൾ മാതൃകയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് വിജയം കരസ്ഥമാക്കാൻ സാധിക്കൂ. അതല്ലാതെ നമ്മുടെ മുമ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവ് മാത്രം കണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സമാധാനം ലഭ്യമാകുന്നതല്ല, മാത്രമല്ല പരലോകവും നമുക്ക് നഷ്ടമായി പോകും എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ഭാസുരമാക്കി തരുമാറാകട്ടെ. കുടുംബത്തോടും സന്താനങ്ങളോടും നമുക്കുള്ള ദീനി കടപ്പാട് അത് നിർവഹിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖൈർ. അദ്ദേഹത്തിന് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. വിശദീകരണത്തിനായി അബ്ദുറഹീം ഫാറൂഖി അവരെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. ഊസീകും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം അഖിലവും തഖ്വയുള്ളതാക്കി തീർക്കുവാൻ, സൂക്ഷ്മതയുള്ളതാക്കി തീർക്കുവാൻ ഞാൻ എൻ്റെ സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉപദേശിക്കുകയാണ്.
റബ്ബ് സുബ്ഹാൻ അവൻ്റെ കൽപ്പനാനുസാരം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സച്ചരിതരിലും സദ്വൃത്തരിലും നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ സംബന്ധിച്ച വിലയിരുത്തലിലായിരുന്നു. വരാനിരിക്കുന്ന നാളുകൾ അല്ലാഹു നമുക്ക് അനുകൂലമാക്കിയാൽ അവ എങ്ങനെ നമുക്ക് ചിട്ടപ്പെടുത്താൻ കഴിയണം എന്നതിനെ സംബന്ധിച്ച പഠനത്തിലുമാണ്. ഈ സന്ദർഭം അനേക കോടി മുസ്ലിമീങ്ങൾ അവരുടെ മനസ്സകത്തിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയ രണ്ട് ജീവിതങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭവും കൂടിയാണ്. ഇന്ന് മുഹറം 6 അഥവാ 7 ആരംഭിച്ച സാഹചര്യത്തിലാണ് എന്നർത്ഥം. ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ പ്രവാചകന്റെ അനുചരന്മാരുടെയും ത്യാഗോജ്വലമായ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ ചരിത്ര സാഹചര്യത്തിലും കൂടിയാണ് നമ്മളുള്ളത്. എന്തുകൊണ്ടാണ് മുഹറം ഒരു ഹിജ്റ വർഷ തീയതിയായി മാറിയത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, ആ ഹിജ്റയുമായി എന്തുകൊണ്ടാണ് മുസ്ലിം അവൻ്റെ കലണ്ടർ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കലണ്ടർ ആരംഭിക്കുവാൻ കാരണമായത്? നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പ്രവാചകന്റെ ജന്മദിനം ഒരു കലണ്ടറിന് വേണമെങ്കിൽ ഉപാധിയായി സ്വീകരിക്കാമായിരുന്നു. പിൽക്കാലത്ത് വന്ന മുസ്ലിം സമൂഹത്തിന് വേണമെങ്കിൽ പ്രവാചകന്റെ മരണം ചരമദിനം വേണമെങ്കിൽ അപ്രകാരമാക്കാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് പ്രവാചകത്വം എന്ന തീർച്ച കൽപ്പിക്കൽ അഥവാ വിശുദ്ധ ഖുർആന്റെ അവതരണം. ആ അവതരണത്തെയുമല്ല ഹിജ്റയെ ഒരു കലണ്ടറായി തീരുമാനിക്കാൻ കാരണമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുഹറം അതിന് ചേർത്തൊരു കലണ്ടറായി സ്വീകരിക്കാൻ സാഹചര്യം ഒരുക്കിയത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സാഹചര്യത്തിലെ സംഭവബഹുലമായ അവസ്ഥയാണ് ബദറുൽ കുബ്ര എന്ന സംഭവം. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തന്നെ ഗതി മാറ്റിയെഴുതിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഹുദൈബിയ സന്ധി. ഇങ്ങനെ ഓർത്താൽ മക്കം ഫതഹ്, മക്ക വിജയം, ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും ഹിജ്റ എന്തുകൊണ്ടാണ് മുസൽമാൻ്റെ ഒരു കലണ്ടറായി മാറാൻ കാരണമായത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലോക മുസൽമാൻ അവനവൻ്റെ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ തത്തുല്യമായ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അവൻ താൻ ഉൾക്കൊണ്ട സന്ദേശം താനല്ലാത്ത മറ്റുള്ളവരിലേക്ക് സന്നിവേശം ചെയ്യുക എന്നത്. മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് അവൻ്റെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗത്ത് ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസം ഉൾക്കൊണ്ട ഒരു ജനപദവും അനുഭവിക്കേണ്ടി വന്ന അത്യുന്നതമായ ത്യാഗത്തിൻ്റെ ചരിത്രമാണ്
ഹിജ്റ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പടച്ച തമ്പുരാൻ നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമായ സന്ദേശം നാം അവതരിപ്പിച്ചതാണ്, നാം നൽകിയതാണ്. ഈ സന്ദേശത്തിൻ്റെ സംരക്ഷണോത്തരവാദിത്വവും എന്നിൽ അർപ്പിതമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പരിരക്ഷിക്കുക എന്നത് ഒരു ബാധ്യതയായി ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ സംഭവ ബഹുലമായ ചരിത്രങ്ങൾ നമുക്കറിയാം. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായി, ജലപ്രളയത്തിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സാഹചര്യമുണ്ടായി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുവിൻ്റെയും കടലിൻ്റെയും ഇടയിൽ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ പടച്ചതമ്പുരാൻ ആ സന്ദർഭങ്ങളിലെല്ലാം ഈ മഹത്തായ സന്ദേശത്തെ വിജയിപ്പിച്ചു. പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചക്രം വരുമ്പോൾ അനവധി പ്രാവശ്യങ്ങളിൽ പ്രവാചകൻ നേർക്കുനേരെ മരണത്തിൻ്റെ മുഖത്തെ ദർശിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രക്ഷപ്പെടുത്തി. പ്രവാചകന്റെ അത്തരം ഒറ്റപ്പെട്ട സന്ദർഭമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഒരു രാജ്യം, ആ രാജ്യത്ത് സത്യസന്ദേശം പ്രവാചകൻ പ്രചരിപ്പിച്ചു. ആ സത്യസന്ദേശം ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമെന്ന നിലയിൽ ധാരാളം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടു. ആ സന്ദേശം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ പൂർവികമായ മതങ്ങളെ തള്ളിപ്പറയുന്നു എന്ന പേരിൽ ആ സമൂഹത്തെ അതികിരാതമായി മർദ്ദന മുറകൾക്ക് വിധേയമാക്കി. നമുക്കറിയാം, മഹാനായ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീരചരിത്രം നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. എന്തെല്ലാം ത്യാഗമാണ് ആ രംഗത്ത് സഹിക്കേണ്ടി വരികയുണ്ടായത്. നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഞാൻ അനുമോദിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓർത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഇതുപോലെയുള്ള അതിശക്തമായ തണുപ്പിൽ ഉമയ്യത്തിന്റെ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മരുഭൂമിയിൽ മസറകളിൽ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ വരിഞ്ഞു മുറുക്കി കെട്ടപ്പെട്ട് ശരീരത്തിൽ ഒന്നും ധരിക്കാനില്ലാത്ത അവസ്ഥയിൽ അതിശക്തമായ തണുപ്പേറ്റുകൊണ്ട് പീഡനം അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ട്. ശക്തമായ ചൂടിൽ അതിശക്തമായി സൂര്യകിരണങ്ങൾ അടിക്കുകയും ഭൂമി തപിച്ചു പൊങ്ങുകയും ചെയ്ത സന്ദർഭത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലർത്തിക്കിടത്തിയിട്ട് ഇരുകരങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് ഒട്ടകത്തിൻ്റെ പിന്നിലേക്ക് ആ കയറിനെ കൂട്ടിക്കെട്ടിയിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും അതിശീഘ്രം ആ ഒട്ടകത്തെ പായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം വെന്തുരുകിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിലെല്ലാം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന മഹത്തായ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ലവലേശം പോലും ആദർശത്തിൽ നിന്ന് പിന്മാറാതെ ശക്തമായി ആദർശത്തിൽ ഉറച്ചു നിന്ന ചരിത്രമാണ് നമുക്ക് ബിലാലിൽ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നിരവധി സഹാബിവര്യന്മാർ, ആ സഹാബിവര്യന്മാരുടെയൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, നിരവധി നിർദ്ദയമർദ്ദനങ്ങൾക്ക് വിധേയമായ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ സന്ദേശപ്രകാരം മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്താൽ ഒരു സമൂഹം മുഴുവനും തങ്ങൾ അന്ന് വരെയും തങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്ന ജനിച്ചു വളർന്ന് ഓടിച്ചാടി നടന്ന ഭൂപ്രദേശം, ആ ഭൂപ്രദേശം വിട്ടു പോകുവാൻ അവർ സന്നദ്ധരാകുകയാണ്. അതുവരെയും സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും
അവർ ഉപേക്ഷിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടി? ഒരു മഹത്തായ സന്ദേശം, ആ സന്ദേശത്തിൻ്റെ സംസ്ഥാപനത്വത്തിന് വേണ്ടി. ഏതുപോലെ എന്നാൽ നമ്മൾ അത്രത്തോളമൊന്നും ആകേണ്ടി വന്നിട്ടില്ല. എങ്കിലും ചെറിയൊരു ക്ഷണമുണ്ടായപ്പോഴേക്കും ചെറിയൊരു ഫോൺ കോളിൻ്റെയോ നോട്ടീസിൻ്റെയോ പിൻബലത്തിലാണ് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഇപ്പോൾ ഈ വേദിയിലെത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ സാന്നിധ്യം മഹത്തായ ഒരു അമലായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇതൊരു ത്യാഗമാണ്. ഇല്ലെങ്കിൽ ഈ അതിശക്തമായ തണുപ്പിൽ നിങ്ങളിവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. പുതപ്പിനിടയിൽ സുഖമായി കിടന്നുറങ്ങാവുന്ന സാഹചര്യമുണ്ടായപ്പോൾ മഹാനായ പ്രവാചകന്റെ ഹിജറയെ സംബന്ധിച്ച്, ആ ഹിജറ നൽകുന്ന സന്ദേശത്തെ സംബന്ധിച്ച്, നമ്മുടെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെ സംബന്ധിച്ചും സമയത്തെ സംബന്ധിച്ചും ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വിലയിരുത്താൻ നമ്മളിവിടെ ഒത്തുകൂടി എന്ന് പറയുന്നത് ഇന്നിൻ്റെ സാഹചര്യത്തിൽ നാം നിർവഹിക്കേണ്ടി വരുന്ന ഒരു ത്യാഗം തന്നെയാണ്. ഇന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെ ത്യാഗം ചെയ്യേണ്ടി വരുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നില്ല. അത്തരത്തിലുള്ള പ്രയാസങ്ങളോ അത്തരത്തിലുള്ള ഹിജറയോ ഇല്ലെങ്കിൽ പോലും ഇന്നിൻ്റെ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് ഇന്നും മറ്റു ചില ഹിജറകൾ നടത്തേണ്ടുന്ന സാഹചര്യം വരികയാണ്. നമുക്കറിയാം, 15-ാം നൂറ്റാണ്ടിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിലകൊള്ളുമ്പോൾ ലോകമെമ്പാടും ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പരിഭാഷകൾ വായിക്കുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അറിയുകയും ചെയ്യുകയാണ് ആളുകൾ. ആ സാഹചര്യത്തിൽ ആളുകൾ കൂടുതലായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഈ സന്ദർഭം പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വളർന്നു വരുന്നു എന്ന് കണ്ടപ്പോഴുണ്ടായ ചില ഭീതിയോ അനാവശ്യമായ ചില ഭീതിയുടെ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ മറ്റൊരു തരത്തിൽ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതം, മുസ്ലിമീങ്ങൾ തീവ്രവാദികൾ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇസ്ലാം എന്നത് നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അവസരം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ അനിവാര്യമായ കാര്യമാണ്. അത്തരത്തിലുള്ള അവസരം സൃഷ്ടിക്കുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നാം നിർവഹിക്കേണ്ടത് ഒരു ഹിജറയായി മാറുകയാണ് എന്നർത്ഥം. അഥവാ ത്യാഗപൂർവമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും ത്യാഗോജ്ജലമായ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ മറ്റ് ഇതര സമൂഹത്തിന് നമുക്ക് മാതൃകകളാകാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിലെ ഹിജറ എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ സന്ദർഭത്തെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറ്റാനും അതൊരു സാഹചര്യം സൃഷ്ടിക്കുവാനും ഉണ്ടായ കാരണം ഹിജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അതിലെ യുക്തിഭദ്രമായ സമീപനവും കൂടിയാണ്. കേവലമായ ഒരു പരാജയപ്പെട്ടുള്ള ഓട്ടമോ ഒളിച്ചോട്ടമോ ആയിരുന്നില്ല, മറിച്ച് തന്ത്രപൂർവമായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപന രീതിയായിരുന്നു എന്നുകൂടി നമ്മൾ കാണണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബിവര്യന്മാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർദ്ദയമായ മുറുകൾക്ക് വിധേയമായപ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും തീരുമാനിച്ച സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ അതിനാവശ്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ആ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തന സാഹചര്യത്തിൽ അവരോട് വ്യാപൃതമാക്കാൻ പറയുകയുമാണ് ചെയ്യുകയുണ്ടായത്. അല്ലാതെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, ഞാനിവിടെ കാത്തിരുന്നാൽ മതി എന്നായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാഴ്ചപ്പാട്.
ഏറ്റവും അവസാനം എല്ലാ ആളുകളെയും ഓരോരുത്തരെയും പ്രത്യേകം സാഹചര്യങ്ങളിൽ യാത്രയാക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്യുകയുണ്ടായത്. ആ സന്ദർഭത്തിലും ശത്രുക്കൾ പല നിലയിലും അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉമ്മു സലമയും അബൂ സലമയും ഹിജ്റ വേളയിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട വളരെ വേദനയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഉമ്മു സലമയും അബൂ സലമയും മൂന്നുപേരും, അതായത് മകനും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഹിജ്റ പോകുവാനുള്ള തീരുമാനത്തിലാണ്. മക്ക വിട്ടുപോകാൻ സന്ദർഭത്തിൽ ഉമ്മു സലമയുടെ ആളുകൾ അബൂ സലമയെ തടഞ്ഞു വെച്ചു. അബൂ സലമയോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോകാം, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവളെ ഉമ്മു സലമയെ വിടാൻ ഞങ്ങൾ തയ്യാറല്ല. തടഞ്ഞു വെച്ചു. അവസാനം അവർ ഇരുകൂട്ടരും കുട്ടിയുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി. അബൂ സലമയുടെ കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങൾ കുട്ടിയെ അവളുടെ കൂടെ വിടാൻ തയ്യാറല്ല, നിങ്ങൾ നിങ്ങളുടെ മകളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, അവൻ്റെ വഴിക്കും പോകട്ടെ, കുട്ടി ഞങ്ങൾക്ക് വേണം, കുട്ടിയെ കൊടുത്തു വിടുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിലയിൽ കുട്ടിയുടെ ഒരു കൈ നഷ്ടപ്പെട്ട സാഹചര്യം വരെയും ഉണ്ടായി. ഏറ്റവും അവസാനം കുട്ടി ഒരു വശത്ത്, ഉമ്മ ഒരു വശത്ത്, ഭർത്താവ് മദീനയിലേക്ക് ഹിജ്റയും പോയി. ആലോചിച്ച് നോക്കൂ, ഒരു വർഷക്കാലഘട്ടം തീരാത്ത നിലക്കാത്ത കണ്ണീരോടുകൂടി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുവാനുള്ള ഊഴവും കാത്തുകൊണ്ടവർ കഴിയുകയാണ്. ഏറ്റവും അവസാനം പലരും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മു സലമയുടെ കുടുംബവും അബൂ സലമയുടെ കുടുംബവും അവൾക്ക് മദീനയിലേക്ക് പോകുവാനുള്ള അവസരം നൽകുകയാണ്. ഈ സന്ദർഭത്തിൽ അവർ ഒറ്റക്ക് മദീനയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് മറ്റൊരു സഹാബി വര്യൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ തൻഈമിൽ നിന്ന് മസ്ജിദുൽ ഖുബാ വരെയും, അഥവാ അന്ന് മസ്ജിദ് ഉണ്ടായിട്ടില്ല, ഖുബാ വരെയും നബി സല്ലല്ലാഹു ഈ സഹാബി വനിതയെ കൊണ്ടുപോയി ആക്കുകയാണ്. എത്ര സുരക്ഷിതത്വമാണ്, എത്രത്തോളം ഉന്നതമായ സാഹോദര്യ ബന്ധമാണ്. 500 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യുകയാണ് ഒട്ടകപ്പുറത്ത്. കുറേ നേരം ഒരാൾ നടക്കും, കുറേ നേരം ഒരാൾ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കും. ഇങ്ങനെ വളരെ ദൂരം 500 കിലോമീറ്റർ ദൈർഘ്യം ഒരാളെ പോയി ആക്കാൻ മറ്റൊരാൾ ത്യാഗം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. ഇങ്ങനെ അനവധി ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഹിജ്റ നമുക്ക് നൽകുന്നത്. ആ ഹിജ്റയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളും ഓരോരുത്തരും ആ ഹിജ്റയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗം ചെയ്യുവാൻ സന്നദ്ധരാകണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നവകൾ നമ്മളിപ്പോൾ വെറും ശ്രോതാക്കളായി മാറുകയാണ് പലപ്പോഴും. അത് മാത്രം മതിയാവുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹത്തായ സന്ദേശത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോവുകയും, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഒറ്റയ്ക്കിരിക്കുകയാണ്. അവിടെ രണ്ട് ശരീരങ്ങൾ ഒരു വലിയ സന്ദേശവുമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കളെങ്ങാനും ആ ഗുഹാമുഖത്തൂടെ കടന്നുപോയാൽ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പ്രവാചകരെ, നമ്മൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടുപോയാൽ എന്തു ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സഹോദര, നമ്മൾ രണ്ടുപേരുണ്ടായിരിക്കെ മൂന്നാമനായി ഒരു സഖതി നമുക്ക് സഹായിയായി വർത്തിക്കാനുണ്ടായിരിക്കെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ രണ്ടുപേരായിരിക്കെ മൂന്നാമതൊരാൾ നമ്മളെ സഹായിക്കുവാനുണ്ട്. ആ സഹായിക്കുവാനുള്ളവന്റെ സഹായം നമുക്ക് ലഭിക്കും. ആ സഹായം നമുക്കുണ്ടായിരിക്കെ നീ എന്തിനാണ് ഭയപ്പെടേണ്ടത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മറ്റൊരു സന്ദേശം ഉണ്ടായിട്ടില്ല. പിന്നീട് മറ്റൊരു സന്ദേഹം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ ശക്തമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്തു വന്നാലും സഹിക്കാൻ സന്നദ്ധമാണ്. ഇസ്ലാം ആ ഗുഹയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ഇസ്ലാം ആ ഗുഹയിൽ ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിലാണ്. ആ ഒറ്റപ്പെടലിൽ നിന്ന് അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് ശേഷമാണ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ പിന്നീട് ഈ ലോകത്ത് ഉണ്ടായിത്തീരുകയുണ്ടായിട്ടുള്ളത്.
ആ മുസ്ലിങ്ങളോട് എല്ലാവരോടുമായി ഇസ്ലാം നൽകുന്ന സന്ദേശം ബല്ലിഗു അന്നി വലൗ ആയ എന്നാണ്. ബല്ലിഗു അന്നി വലൗ ആയ. നമ്മളെല്ലാവരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ പരസ്പരം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗൾഫ് മേഖലയിൽ എത്തപ്പെട്ടവരാണ്. ആ ഗൾഫ് മേഖലയിൽ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ ജോലികളിൽ നമ്മൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. ഈ ജോലിയിൽ നമ്മൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് നിർവഹിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഈ മഹത്തായ കർത്തവ്യം. ബല്ലിഗു അന്നി വലൗ ആയ. നിങ്ങൾ ഒരായത്തെങ്കിലും ഒരു ദൃഷ്ടാന്തമെങ്കിലും തീർച്ചയായും നിങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കണം എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അഥവാ ഖുർആനിൻ്റെ സന്ദേശമാണ്. സഹോദരന്മാരെ, നമ്മൾക്ക് എത്ര പേർക്ക് ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ കൃത്യതയിൽ നമുക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ചെയ്യുന്നത് ത്യാഗം തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പറയുവാൻ സന്നദ്ധമായൊരു സാഹചര്യം, അത് ആവേശപൂർവ്വം കേൾക്കുവാൻ നമ്മൾ ആവേശം കൊണ്ടിരിക്കുകയാണ്. ആ ആവേശത്തിൻ്റെ ഭാഗത്താണ് ഈ കൊടിയ തണുപ്പത്തും നിങ്ങളിവിടെ എത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചത്, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, പടച്ച തമ്പുരാൻ ഈ മഹത്തായ നമ്മളുടെ ത്യാഗം നമ്മളിൽ നിന്നൊരു സാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മഹത്തായ പ്രവൃത്തി, ഒരു മഹത്തായ പ്രവർത്തനം, അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ഒരു സാലിഹായ പ്രവർത്തനം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടം കൊണ്ട് മാത്രം മതിയാവുകയില്ല. നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാനൊരു സന്തോഷം നിങ്ങളുടെ അടുത്ത് രേഖപ്പെടുത്തട്ടെ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച പ്രഭാതമാക്കുന്നതിന് മുമ്പ് ഈ ബുറൈദയിൽ നിന്ന് രണ്ട് വാഹനത്തിലായി ഒരു വലിയ സംഘം ആളുകൾ റിയാദിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. എന്തേ കാരണം? അവിടെ എന്തെങ്കിലും പ്രത്യേകം സമ്മാനങ്ങൾ ഒരുക്കി വച്ചിട്ടല്ല. നമ്മൾ ആവശ്യപ്പെട്ടവരോടും ചോദിച്ചവരോടും പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെയും, രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം വരെയും ഖുർആനുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ, ഇവകൾ സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെയായി വേദികളിലൊക്കെ വെച്ച് ചർച്ച ചെയ്യപ്പെടുന്ന മേഖല അല്ലെങ്കിൽ ഒരു വേദിയുണ്ട്. ആ വേദിയിലേക്ക് വരണം. ഇതാവശ്യപ്പെട്ടപ്പോൾ വളരെ ആവേശപൂർവ്വം എൻ്റെ സഹോദരിമാരും അതോടൊപ്പം തന്നെ സഹോദരന്മാരും 2 ബസ്സിലായി ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയുണ്ടായി. വളരെ ആവേശപൂർവമായ യാത്ര. ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം അവിടെ എപ്പോഴാണ് യാത്ര പുറപ്പെടുന്നത്? രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാകുന്നത്. ആ മഹത്തായ സമ്മേളനത്തിന്റെ ആദ്യാന്ത്യം പങ്കെടുത്തു. വളരെ സന്തോഷപുരസ്സരൻ 2 സഹോദരിമാർ അതിൽ മത്സരാർത്ഥികളായി. സൂറത്തുൽ ബഖറയിലെ 140ഓളം ആയത്തുകൾ ഹൃദയസ്ഥമാക്കിയ 2 സഹോദരിമാർ അതിൽ മത്സരത്തിൽ പങ്കാളികളായി. കാര്യമായ സമ്മാനങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ 2 പേരും അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തി. ഏറ്റവും ചുരുങ്ങിയത് അതിൽ പങ്കെടുക്കാനെങ്കിലും കഴിഞ്ഞുവല്ലോ, അതിന് ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കപ്പെട്ടു എന്നത് ഒരു വല്ലാത്ത സൗഭാഗ്യം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. ചെറിയ കുട്ടികൾ ചില മത്സര പരിപാടികളിൽ പങ്കെടുത്തു. ബാങ്ക് വിളിയിലും പ്രസംഗങ്ങളിലും അതുപോലെ ഇംഗ്ലീഷ് പ്രസംഗത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കിട്ടി. ഞാൻ ഈ സൂചിപ്പിച്ചത് ഇത് എല്ലാം ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു. ഖുർആൻ മുസാബക്കയുടെ ഈ കഴിഞ്ഞ 6ാമത് ഖുർആൻ മുസാബക്കയുടെ സമ്മാനദാനം നൽകിയതായിരുന്നു. അത് നമ്മുടെ ബുറൈദയിലും 2-3 സമ്മാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാനൊരു സന്തോഷം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചത് അതും ഒരു മഹത്തായ ത്യാഗം തന്നെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുവാൻ ഇപ്പോൾ ആളുകൾ തയ്യാറാകുന്നു. സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരുക്കപ്പെട്ട സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മൾ
കേവലം നമ്മൾ തനി ഭൗതികന്മാരായി പോകാൻ പാടില്ല. ചിലവുകളൊക്കെ നമ്മുടെ മനസ്സിന് ഉല്ലാസം നൽകുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന, നമ്മുടെ വൃത്തത്തിന് വിട്ടുപോകാത്ത, നമ്മുടെ വൃത്തം വിട്ടുപോകാത്ത അഥവാ ഇസ്ലാമികമായ സംസ്കാരം വിട്ടുപോകാത്ത സാഹചര്യങ്ങൾ സഹകാരികളാകുന്നതിനോടൊന്നും വിരോധമില്ല. പക്ഷേ അത് അതിര് കവിഞ്ഞൊരവസ്ഥയിലേക്ക് മാറാൻ പാടില്ല എന്ന് മാത്രമല്ല, അതേ ശരണം എന്ന സാഹചര്യവും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന് ചിട്ടകൾ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിന് അടുക്കുകൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതം ഖുർആൻ വരച്ചു കാണിച്ച വൃത്തത്തിന് ഉള്ളിലായിരിക്കണം. അവിടെയാണ് നമുക്ക് വിജയം, അവിടെയാണ് നമുക്ക് സ്വർഗം. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള സാഹചര്യങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾക്കവിടെ കൃത്യമായ ഒരു ബോധമുണ്ടാകണം. പലപ്പോഴും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള ചില പരാതികളൊക്കെ പലപ്പോഴും നമ്മൾ വിലയിരുത്താറുണ്ട്. ചിലപ്പോഴൊക്കെ ആശ്ചര്യപ്പെട്ടും പോകാറുണ്ട്. അതായത് നമ്മൾ ഒരു മതവേദി നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിലെ ആ കുറവുകൾ, അതിലെ ഇത്തരത്തിലുള്ള കുറവുകൾ, ചില പോരായ്മകൾ, ഈ പോരായ്മകളൊക്കെ വളരെ വലുതായി കാണുകയും അതിനപ്പുറത്ത് എന്ത് പോരായ്മ ഉണ്ടായാലും അതൊരു പോരായ്മയായി കാണാതെ അവകളെയെല്ലാം വളരെ താല്പര്യപൂർവ്വം ഉൾക്കൊള്ളുകയോ സഹിക്കുകയോ ഒരു വേള നന്നാക്കി പറയുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ചിലപ്പോഴൊക്കെ നമ്മൾക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകാറുണ്ട്. അവകൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ദീനാണ്, ഇത് മതമാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇരിക്കുന്ന സന്ദർഭവും സാഹചര്യങ്ങളും എല്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എഴുതപ്പെടുന്ന സമയങ്ങളാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കായി എഴുതപ്പെടുന്ന സമയങ്ങളാണ്. ഇവിടെ ഒരിക്കലും ഒരു നഷ്ടം വരുന്നില്ല. തീർച്ചയായും സൗഭാഗ്യങ്ങളുടേതായിരിക്കും ആ സമയം. ആ സന്തോഷം നമ്മൾ അറിയണം. ആ സന്തോഷത്തിലായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ക്രമപ്പെടുത്തലുകൾ എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ മഹത്തായ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അഥവാ ത്യാഗോജ്വലമായ ഒരു ജീവിത സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ത്യാഗം? നമ്മൾ അന്നത്തെ കാലത്ത് ത്യാഗമൊന്നും ഇന്ന് വേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദാരിദ്ര്യം നമ്മളെ അലട്ടുന്നുമില്ല. ഇപ്പോൾ നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലുമൊക്കെ ഒരു ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ മാത്രമാണ്. ഏതാണ്ട് ഇന്ന് നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെയും നമ്മൾ വാർത്ത കാണുമ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു ഭീതിയാണുള്ളത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾ 3 ജില്ലക്കാരില്ല, ആ ഒരവസ്ഥയാണുള്ളത്. ഏതുമാകട്ടെ, നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് സത്യത്തിലുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഉണ്ടായിപ്പോയതാണ് ഇപ്പോൾ ബുദ്ധിമുട്ടായത് എന്ന് തോന്നിപ്പോവുകയാണ് ചിലപ്പോഴൊക്കെ ചില പത്രത്തിലെ വാർത്തകളൊക്കെ കാണുമ്പോൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ത്യാഗം ചെയ്യാനുള്ള നമുക്ക് വേണ്ട അവസ്ഥ എന്ന് പറയുന്നത് മതം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള നമ്മുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്തലാണ്. അതൊരു ത്യാഗമാണ്. കാരണം ഇന്ന് നമ്മുടെ മനസ്സ് നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുന്നില്ലാത്തൊരവസ്ഥ ഉണ്ട് നമുക്ക്. കൃത്യമായ നമസ്കാരത്തിൻ്റെ വിഷയങ്ങൾ, അതുപോലെ തന്നെ ആ നമസ്കാരത്തോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യങ്ങൾ എത്രയോ ആളുകൾ തികച്ചും വിസ്മരിക്കുന്നു. അലക്ഷ്യമാണ്, തികച്ചും അശ്രദ്ധമാണ് ആ കാര്യങ്ങൾ. ഫർള് നമസ്കാരങ്ങൾ ഒരു വിധമൊക്കെയാണ് ഒപ്പിച്ച് തീർക്കും. പക്ഷെ അതിനോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യങ്ങൾ തികച്ചും അശ്രദ്ധമാണ്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുന്നേയില്ല. അതിനൊരു സമയം കണ്ടെത്താൻ നമുക്ക് സമയമില്ല തന്നെ. എപ്പോൾ ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും, എവിടെ ചോദിച്ചാലും ഭയങ്കര ധൃതിയാണ്, ഭയങ്കര ജോലി തിരക്കാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ കണ്ടാൽ ജോലി തിരക്ക് ഒഴിഞ്ഞിട്ട് നമ്മൾക്ക് മരിക്കുവോളം നമുക്ക് സമയം ഉണ്ടാവില്ല.
മലക്കുൽ മൗത്ത് നമ്മളോട് വന്ന് ചോദിക്കാൻ നമുക്കൊന്ന് പോകേണ്ട സമയമായി, പോരാൻ പറ്റില്ല, നിവൃത്തിയുണ്ടോ? എൻ്റെ പൊന്ന് സുഹൃത്തെ, കുറച്ച് നേരം കൂടെ കഴിയട്ടെ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ക് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്തിന് സമയം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പുള്ളിയോട് ഒന്ന് മാറി നിൽക്ക് എന്ന് പറയാൻ നമുക്ക് അവസരം ഉണ്ടാവില്ല, തട്ടിപ്പറിച്ചാൽ കൊണ്ടുപോകും. അതിനു മുമ്പായി നമ്മൾ പഠിക്കണം. നിങ്ങൾ ഹാസിബു, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് വിചാരണ നടത്തിക്കോളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏത് സന്ദർഭത്തിലും എപ്പോഴും പറയാറുണ്ടായിരുന്ന, ചർവിത ചർവണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രയോഗമാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ വിചാരണയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളെ സ്വയം വിചാരണയ്ക്ക് വിധേയമാക്കൂ. ഇപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് വിചാരണയ്ക്ക് വിധേയമായി നോക്കൂ. എന്ത് ചെയ്തു? ഇന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം പറയും എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് വിലയിരുത്തി നോക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, അവസാനിപ്പിക്കാം. അപ്പോൾ ഹിജറ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ജനിച്ചു വളർന്ന നാട്, കളിച്ചു നടന്ന ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ സമ്പാദ്യങ്ങളും, ആ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷയില്ലാത്ത ഒരു അത്താണിയിൽ പ്രതീക്ഷയില്ലാത്ത ഒരു യാത്ര, ഏത് സമയത്തും അക്രമിയുടെ ആക്രമണമുണ്ടാകും, ശത്രുവിൻ്റെ ആക്രമണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഒരു സഹായിയെയും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിലെ സഹാബിവര്യന്മാരുടെയും പ്രവാചകന്റെയും ആ യാത്രയെ നമ്മൾ ഒന്ന് വിലയിരുത്തണം. ആ യാത്രയുടെ ഒരു സാഹചര്യമൊന്നും ഇന്ന് നമുക്കില്ല. എങ്കിലും ആ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അത്യുന്നതമായ ത്യാഗജീവിതത്തിൻ്റെ തയ്യാറെടുപ്പിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കലിമത്തുല്ലാഹി ഹിയ അൽ ഉല്യ, ഈ മഹത്തായ കലിമ വചനം അത് തന്നെയാണ് ഏറ്റവും മഹത്തായത് എന്ന ഈ മഹത്തായ സന്ദേശം, അതിൻ്റെ പ്രചാരണത്തിന് ആവശ്യമായ ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ ത്യാഗസ്മരണ നമ്മളിൽ കൊണ്ടുവരികയാണ് ഈ മഹത്തായ ഹിജറയുടെ സന്ദേശം കൊണ്ട് നമ്മൾക്ക് ലഭ്യമാകുന്ന പാഠം. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഹിജറ യഥാർത്ഥത്തിൽ ഏത് മാസം നടന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശരിയായ ഉത്തരം ഇവിടുന്ന് വന്നിട്ടുണ്ട്. സഫർ 27-ാം തീയതിയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ മഹത്തായ സംഭവം ഉണ്ടായിട്ടുള്ളത്. പല ആളുകളുടെയും വിശ്വാസം മുഹറം മാസത്തിലാണെന്നാണ്. മുഹറം മാസത്തിലല്ല. അറബികൾ പണ്ടേ മുതൽ അവരുടെ വർഷാരംഭത്തിൻ്റെ മാസമായി കണക്കാക്കിയിട്ടുള്ളത് മുഹറം തന്നെയാണ്. ഇസ്ലാം അതിനെ അംഗീകരിക്കാനുണ്ടായ കാരണം, ഇസ്ലാം അതിനെ നിലനിർത്താനുണ്ടായ കാരണം ഈ ഹിജറയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിനെ ഇസ്ലാം കണക്കാക്കിയിട്ടുള്ളത്. ഇസ്ലാം അവിടെ മുതലാണ് ഹിജറയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം കലണ്ടറിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് മാത്രം. അറബികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അങ്ങനെ തന്നെയാണ്. സഫർ 27-ാം തീയതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ ഏറ്റവും മഹത്തായ ആ സംഭവ ബഹുലമായ ജീവിതയാത്ര ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗോജ്വലമായ മറ്റൊരു ജീവിത അനുഭവമുണ്ട്. ഇവിടെ ദീർഘിപ്പിക്കാൻ പാടില്ല, സമയം വൈകിയിരിക്കുന്നു. റസൂലുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത്, ശത്രുക്കൾ പിൻഭാഗത്ത്, മുമ്പിൽ കടൽ, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫറോവയും കിങ്കരന്മാരും അദ്ദേഹത്തെയും കൂട്ടരെയും കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നു. സർവായുധ വിഭൂഷിതരാണവർ, ഇവർ നിരായുധരുമാണ്, ഒന്നുമില്ല കയ്യിൽ. ഇറങ്ങി പുറപ്പെട്ടോളൂ, രക്ഷപ്പെടാം നമുക്ക് എന്ന് മൂസാ നബി പറഞ്ഞു. മൂസാ നബിയോടൊപ്പം ഒരു സമൂഹവും പോയി. കടൽക്കരയുടെ മുമ്പിലെത്തി. പിന്നീട് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, കടലാണ് മുമ്പിൽ. പുറകിൽ ശത്രുക്കൾ വരുന്നു എന്ന വിവരവുമാണ്. സ്വാഭാവികമായും ബനി ഇസ്രായേൽ സമൂഹം ഒരു തരം ഈ അനാവശ്യമായ ചോദ്യങ്ങൾ ധാരാളമായി ചോദിച്ചിട്ടുള്ള സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ചോദിച്ചു, അല്ല മൂസ, മുമ്പിൽ നദിയാണ്, പുറകിൽ ശത്രുവാണ്, ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്താണൊരു വഴി? എവിടെയാണ് അല്ലാഹ്? എവിടെയാണ് ആ നസർ, ആ സഹായം?
അപ്പോൾ മൂസാ നബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതൊരു ശക്തമായ തവക്കുലിൻ്റെ വർത്തമാനമാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ കൊത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സഹായിച്ചു. മൂസയുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി കൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞു. ആ വടി കൊണ്ട് കടലിലടിച്ചപ്പോൾ കടൽ പിളരുകയും ആ പിളർന്ന വഴിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ അനുയായികളും രക്ഷപ്പെട്ടു. അതേ വഴിയിലൂടെ തന്നെയാണ് ഫറോവയും ഇറങ്ങിപ്പുറപ്പെട്ടത്. അതേ വഴിയിലൂടെ തന്നെ മൂസ അക്കരയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഫറോവ നടുവിക്കടലിലായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹം രക്ഷപ്പെട്ടു. ഫറോവ ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുകയും ചെയ്തു. ഇതൊരു വലിയ ചരിത്രം. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചപ്പോൾ മൂസാ നബിയെ സഹായിച്ചതാണ് ആ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. അവിടെ യഹൂദന്മാരെല്ലാവരും മുഹറം മാസം 10-ാം തീയതി നോമ്പനുഷ്ഠിക്കുകയാണ്. അവരോട് ചോദിച്ചല്ല, നിങ്ങൾ എന്താണ് ഇപ്പോൾ നോമ്പനുഷ്ഠിക്കുന്നത്? ഇപ്പോൾ ഒരു നോമ്പനുഷ്ഠാനത്തിൻ്റെ സമയം ഇത് ഞങ്ങളുടെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച തമ്പുരാൻ അത്യപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ദിവസത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ എന്ന നിലയിൽ ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് ഏറ്റവും അവകാശപ്പെട്ടയാൾ ഞങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിവര്യന്മാരോട് നോമ്പനുഷ്ഠിക്കുവാൻ 10-ാം ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ഇനി പ്രവാചകന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്ങാനും ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ 9-ാമത്തെ കൂടി നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പനുഷ്ഠാനമാണ് മുഹറം മാസത്തിലെ 10-ാമത്തെ നോമ്പ്. യഹൂദന്മാരും ആ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നത് കൊണ്ട് അതിന് വ്യത്യസ്തമായി ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവാചകൻ 9-ാമത്തെ നോമ്പ് കൂടി ഞാൻ അനുഷ്ഠിക്കുമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായത്. ആയതിനാൽ ഈ മഹത്തായ സന്ദേശത്തെ നമ്മൾ ഓർക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മുഹറം മാസത്തിലെ 9-ാമത്തെയും 10-ാമത്തെയും ദിവസത്തെ നോമ്പനുഷ്ഠിക്കുവാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിയന്മാർ ചോദിച്ചു, പ്രവാചകരെ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമുൽ ലൈലാണ്, അഥവാ രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയുണ്ടായി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി ഉണർത്തി, അഫ്ളലു സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സിയാം അഥവാ നോമ്പനുഷ്ഠാനം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോൾ അത് പറഞ്ഞത് ഇപ്രകാരമാണ്, ഷഹറുല്ലാഹിൽ മുഹറം. ഷഹറുല്ലാഹിൽ മുഹറം അഥവാ മുഹറം മാസത്തിലെ നോമ്പ് അഥവാ ഈ 10-ാമത്തെ നോമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആയതിനാൽ ഈ മഹത്തായ ഈ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചാലുള്ള ഗുണം, മുഹറം മാസത്തിലെ നോമ്പനുഷ്ഠിച്ചാലുള്ള നേട്ടം അതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞൊരു വർഷക്കാലഘട്ടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരവധി ചെറിയ പാപങ്ങൾ ഒരുപക്ഷെ ചെയ്തു പോയിട്ടുണ്ടാകാം. നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഓർക്കുന്നില്ല, എല്ലാം എടുത്തു പറഞ്ഞ് തൗബ ചെയ്യാനായിട്ട് കഴിയുന്നുമില്ല. പക്ഷെ വൻ പാപങ്ങൾ ഒഴികെയുള്ള ചെറിയ പാപങ്ങൾ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ സംഭവിച്ച പാപങ്ങൾക്കെല്ലാം പാപമുക്തിയായി ഈ നോമ്പ് മതിയാകുന്നതാണ് എന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു. അപ്പോൾ മുഹറം 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക, അത് ആ നോമ്പനുഷ്ഠാനത്തിൻ്റെ നേട്ടം ഇതുകൂടിയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ, പഠിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. പടച്ച തമ്പുരാൻ, നമ്മൾ ഇവിടെ ഈ ഒത്തുകൂടിയത് വളരെ നല്ലൊരു സദസ്, നമ്മളിവിടെ ഈ ഒത്തുകൂടിയ ഈ മഹത്തായ ഈ സമയം അത്രയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ച
വളരെ പ്രധാനപ്പെട്ട ത്യാഗമായി, പ്രത്യേകിച്ച് ഈ തണുപ്പിൻ്റെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ത്യാഗമായി പരിഗണിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നാം ഏവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകും. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വറഹ്മനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ ഖൽഖി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേണ്ടി കോയ ബീരാൻ അവരോട് ക്ഷണിച്ചുള്ളൂ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുൽ ഗഫൂർ സാഹിബ്, ബഹുമാനപ്പെട്ട പ്രസംഗകൻ അഹമ്മദ് സജ്മീർ നദവി, ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹീം ഫാറൂഖി, ഇവിടെ ഈ തണുപ്പ് വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഹിജ്റയുടെ സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു നല്ല ഒരു പ്രഭാഷണം നിങ്ങളെല്ലാവരും കേട്ടു. ഈ സന്ദേശം ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ കുടുംബങ്ങളിലേക്കും അടുത്ത സുഹൃത്തുക്കളിലേക്കും, നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളാണ്, ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച അബ്ദുൽ ഗഫൂർ, അതുപോലെ തന്നെ അഹമ്മദ് സജ്മീർ നദവി, അബ്ദുറഹീം ഫാറൂഖി, സക്കീർ പാത്ര, ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പേരിൽ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്, ഇവിടെ ചെറിയ രീതിയിലൊരു ഭക്ഷണം ഉണ്ട്. സ്ത്രീകൾക്ക്, ഫാമിലികൾക്ക് അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ്. അല്ലാത്തവർക്ക് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നതാണ്. അത് വാങ്ങിയിട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹൃദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.